ആമസോൺ. ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ എന്ന് സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാം. പക്ഷേ ഇത് വെറുമൊരു നദിയല്ല. ആമസോൺ തടം ഓസ്ട്രേലിയയുടെ വലിപ്പമുള്ളതും ഒരു മുഴുവൻ ഭൂഖണ്ഡത്തിൻ്റെ വലിപ്പത്തോട് താരതമ്യം ചെയ്യാവുന്നതുമായ പ്രദേശമാണ്. ഓരോ 24 മണിക്കൂറിനുള്ളിലും ഒരു പാലം പോലും നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത അത്ര ദൂരത്തിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ആമസോൺ ഏകദേശം 19 ക്യൂബിക് കിലോമീറ്റർ വെള്ളമാണ് സമുദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ അളവ് ന്യൂയോർക്കിൻ്റെ 12 വർഷത്തേക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയാകും. ഈ അത്ഭുതകരമായ നദിക്ക് ഒരു നിഗൂഢമായ ഇരുണ്ട പ്രതിരൂപമുണ്ട്. ഇതുവരെ ഒരു തരത്തിലും സ്വയം വെളിപ്പെടുത്തപ്പെടാത്ത ഒരു ഭീമാകാരമായ ഭൂഗർഭ പ്രവാഹം. ഈ പ്രദേശത്തിൻ്റെ വ്യാപ്തി അതിനെ ഒരു പ്രത്യേക ലോകം പോലെ തോന്നിപ്പിക്കുന്നു. ആമസോൺ കാടിനെ അക്ഷരാർത്ഥത്തിൽ ലോകത്തിൻ്റെ ജീൻ പൂൾ എന്ന് വിളിക്കാം. ശാസ്ത്രത്തിനറിയാവുന്ന എല്ലാ ജൈവ ഇനങ്ങളുടെയും 1/3 ഇവിടെയാണ് താമസിക്കുന്നത്. പുതിയ ഇനങ്ങളെ ഇന്നും ചരിത്രാതീത കാലഘട്ടങ്ങളിൽ നിന്ന് എന്ന പോലെ തന്നെ നിരന്തരം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. ഭയാനകമായ രാക്ഷസന്മാർ ഇവിടെ താമസിച്ചിരുന്നു. ഗവേഷകർ ഇപ്പോഴും അവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. പുരാതന സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങളും ഇവിടെ കാണപ്പെടുന്നു. അവ എവിടെ നിന്നാണ് വന്നത് എന്ന് വ്യക്തമല്ല. അവ എവിടേക്കാണ് പോയത് എന്നും വ്യക്തമല്ല. ആമസോൺ നദി 6275 കിലോമീറ്റർ നീളമുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണിത്. നിരവധി ചെറിയ നദികളെ സംയോജിപ്പിക്കുന്ന ഈ നദിയേക്കാൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആഫ്രിക്കൻ നൈൽ ആണ് എന്ന് പലരും വാദിക്കും. എന്നാൽ ഈ ചോദ്യം ശാസ്ത്ര സമൂഹത്തിൽ ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. കാരണം ഇത് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണ്. പ്രധാന ചോദ്യം നദിയുടെ മൂലഭാഗം മാരാനോൺ ആണെങ്കിൽ ആമസോണിന് 6400 കിലോമീറ്റർ നീളമുണ്ട്. അപ്പാച്ചയുടെ ഉറവിടം പരിഗണിക്കുകയാണെങ്കിൽ ആമസോൺ അതിലും വളരെ നീളമുള്ളതായി മാറുന്നു. പ്രത്യേകിച്ചും 6992 കിലോമീറ്ററോളം നീളമുള്ള നൈൽ നദിയെപ്പോലും വളരെ പിന്നിലാക്കുന്നു. ആരംഭ പോയിന്റ് UK ഉറവിടമാണെങ്കിൽ ആമസോണിന് 7100 കിലോമീറ്റർ നീളമുണ്ട്. നൈൽ നദി അതിൻ്റെ അടുത്തുപോലും എത്തുന്നില്ല എന്നത് രസകരമാണ്. ആമസോൺ വളരെ വലുതായതിനാൽ ഇതിൻ്റെ ചില ഭാഗങ്ങൾ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ആരംഭ പോയിന്റിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പത്തിന് മറ്റൊരു പ്രധാന കാരണം. ആമസോൺ അതിൻ്റെ മധ്യഭാഗത്ത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 6 തവണ പേര് മാറ്റുന്നു. തദ്ദേശവാസികൾ ഇതിനെ സോളി മോയിസ് എന്ന് വിളിക്കുന്നു. നദിയുടെ അവസാനത്തെ നേരായ ഭാഗത്തെ മാത്രമാണ് ആമസോൺ എന്ന് വിളിക്കുന്നത്. ആമസോണിൻ്റെ ചില പ്രധാന പോഷക നദികൾക്കും അവയുടെ പേരുകൾ വെള്ളത്തിൻ്റെ നിറത്തിൽ നിന്നാണ് ലഭിച്ചത്. ഇവിടെ പ്രകൃതി നിറങ്ങളുമായി കളിക്കുന്ന കാണാൻ വളരെയധികം രസമാണ്. ഉദാഹരണത്തിന് റിയോ നീഗ്രോയിലെ വെള്ളം കറുത്തതായി കാണപ്പെടുന്നു. മഡേരയിൽ അതേ പേരിലുള്ള വീനിനോട് സാമ്യമുള്ള സ്വർണ്ണ ചുവന്ന നിറത്തിലാണ് വെള്ളം കാണപ്പെടുന്നത്. ബ്രസീലിലെ മനൗസിനടുത്ത് റിയോ നീഗ്രോയിലെ മഞ്ഞയും ചെളിയും കലർന്ന വെള്ളവുമായി ലയിക്കുന്നു. അങ്ങനെ ആൻഡീസിലെ ചെരുവുകളിലൂടെ ഒഴുകിച്ചേരുന്ന മറ്റൊരു നദിയും ഇതുമായി ചേരുന്നു. 2 നദികളും ഒരേ കിടക്കയിലേക്ക് ഒഴുകുന്നു. വളരെ കാലം 2 വ്യത്യസ്ത ദ്രാവകങ്ങൾ പോലെ അവ പരസ്പരം കലരാതെ ഒഴുകുന്നതും നമുക്ക് കാണാം. ആമസോൺ തടം മുഴുവൻ തെക്കേ അമേരിക്കയുടെ വടക്കൻ ഭാഗം ഉൾക്കൊള്ളുന്ന മഴക്കാടുകളാൽ മൂടപ്പെട്ട ഒരു വലിയ താഴ്ന്ന പ്രദേശമാണ്. ഈ പ്രദേശം ബ്രസീൽ, കൊളംബിയ, പെറു, ബൊളീവിയ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ബേസിൻ വിസ്തീർണം 6.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററോളമാണ്. ഗ്രഹത്തിൻ്റെ മുഴുവൻ ഭൂപ്രദേശത്തിൻ്റെയും ഏകദേശം 5%. വീണ്ടും ഓസ്ട്രേലിയയുടെ വിസ്തീർണവുമായി ഇത് എളുപ്പത്തിൽ താരതമ്യം ചെയ്യുവാൻ കഴിയും. ഓസ്ട്രേലിയയുടെ വിസ്തീർണം ഏകദേശം 7.7 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. തീർച്ചയായും നദി വളരെ ആഴമുള്ളതാണ്. അതിനാൽ സമുദ്ര ലൈനറുകൾക്ക് പോലും നദീമുഖത്തു നിന്നും 3700 കിലോമീറ്റർ മുകളിലേക്ക് പോകുവാൻ കഴിയും. ഏറ്റവും ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ പോലും അതിൻ്റെ ആഴം 100 മീറ്ററോളം എത്തും. താരതമ്യത്തിനായി ലേക്ക് ഈറിയുടെ ആഴം 64 മീറ്ററാണ്. തീർച്ചയായും അത്തരമൊരു ഭീമാകാരമായ നദീതരം വളരെ കാലം കൊണ്ടാണ് രൂപപ്പെട്ടത്. ആമസോണിൻ്റെ ചരിത്രത്തെ ഒരു ഇതിഹാസ നാടകം എന്ന് തന്നെ വിളിക്കാം. ഏകദേശം 11 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്
മയോസിൻ യുഗത്തിൽ ഒരു ഭൂഖണ്ഡാന്തര നദിയായാണ് ആമസോൺ ഉത്ഭവിച്ചത്. അതിൻ്റെ ആധുനിക രൂപരേഖ ഏകദേശം 2.4 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യകാല പ്ലീസ്റ്റോസീനിൽ രൂപപ്പെട്ടു. പക്ഷേ അതിനു മുൻപ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ നദി സ്വയം പുനർരൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഒഴുക്കിൻ്റെ ദിശ വിപരീതമായി മാറ്റുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ അത് ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൽ ഒരു ഉൾനാടൻ കടലായി മാറി. പ്രോട്ടോ ആമസോൺ, പ്രോട്ടോ കോങ്കോ നദീതടത്തിൻ്റെ ഭാഗമായിരുന്നു. ഇത് ഇന്നത്തെ ആഫ്രിക്കയുടെ ഉൾഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകിയിരുന്നു. ആഫ്രിക്ക. ആമസോൺ അതിൻ്റെ ചരിത്രത്തിൽ ഉടനീളം ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറാൻ കഴിഞ്ഞു എന്നത് ഭ്രാന്തമായ ചിന്തയായി തോന്നാം. പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഏകദേശം പറഞ്ഞാൽ ആ സമയത്ത് 2 വലിയ ഭൂഖണ്ഡങ്ങൾ പടിഞ്ഞാറൻ ഗോണ്ട്വാന രൂപീകരിച്ച് പരസ്പരം ബന്ധിക്കപ്പെട്ടിരുന്നു. 80 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ 2 ഭൂഖണ്ഡങ്ങളും ഒടുവിൽ വിഭജിക്കപ്പെട്ടു. അങ്ങനെ കോങ്കോ, പ്രോട്ടോ ആമസോൺ നദികൾ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ അവസാനിച്ചു. ഒരു നേർരേഖയാൽ അല്ല, മറിച്ച് ഒരു മുഴുവൻ സമുദ്രത്താൽ വേർതിരിക്കപ്പെട്ടുകൊണ്ട്. 15 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആൻഡീസ് ഉയർച്ചയുടെ പ്രധാന ഘട്ടം ആരംഭിച്ചു. ഈ ടെക്ടോണിക് ചലനം തെക്കേ അമേരിക്കൻ പ്ലേറ്റിനടിയിൽ നാസ്ക പ്ലേറ്റ് തെന്നി മാറിയതിൻ്റെ ഫലമായിരുന്നു. ആൻഡീസിൻ്റെ ഉദയവും ബ്രസീലിലെയും ഗയാനയിലെയും ബെഡ് റോക്ക് ഷീൽഡുകളുടെ സംഗമവും നദിയെ തടഞ്ഞു. ആമസോൺ തടത്തെ ഒരു വിശാലമായ ഉൾനാടൻ കടലാക്കി മാറ്റി. ക്രമേണ ഈ വലിയ ജലാശയം ഒരു വലിയ ചതുപ്പ് നിലമുള്ള ശുദ്ധ തടാകമായി മാറി. 11 മുതൽ 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ശുദ്ധജലത്തിൽ ജീവിക്കുവാൻ അനുയോജ്യമായ സമുദ്രജീവികൾ ഇവിടെ നിലനിന്നിരുന്നു. പടിഞ്ഞാറ് നിന്ന് മണൽക്കല്ല് തകർന്ന് ആമസോൺ കിഴക്കോട്ട് എതിർദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ക്യാസിക് ഹിമയുഗം അപ്പോഴേക്കും വളരെ കാലം കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വൈവിധ്യത്തിലും ആമസോണിലെ ജീവിതം തഴച്ചു വളരാൻ തുടങ്ങി. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നദിയുടെ തടത്തിനടിയിലും ഉപരിതലത്തിലും പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നദിക്ക് സമാന്തരമായി ഇതിൻ്റെ ഇരുണ്ട ആൻറ്റിപോഡ് ഭൂമിക്കടിയിൽ ആഴത്തിൽ രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു. ഗവേഷകർക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. 2011 റിയോ ഡി ജനീറോയിൽ നടന്ന ബ്രസീലിയൻ ജിയോ ഫിസിക്സ് സൊസൈറ്റിയുടെ 12ാമത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ അടുത്തിടെ വരെ ശാസ്ത്രലോകത്തിന് അജ്ഞാതമായിരുന്ന ആമസോൺ തടത്തിലെ വിപുലമായ ഭൂമിശാസ്ത്ര ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അവതരിപ്പിച്ചു. ആ റിപ്പോർട്ട് ശാസ്ത്ര സമൂഹത്തിൻ്റെ ആമസോൺ തടത്തിലെ താൽപ്പര്യം വീണ്ടും ഉണർത്തുകയും വളരെയധികം ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തു. ബ്രസീലിലെ നാഷണൽ ഒബ്സർവേറ്ററിയിലെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ വാലിയ മനാത്തൽ ഹംസയും സഹപ്രവർത്തകരും പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട 241 എണ്ണക്കിണറുകളിൽ നിന്നും ശേഖരിച്ച ഡേറ്റകൾ ഉപയോഗിച്ചു. കണക്കുകൂട്ടലുകൾ കാണിക്കുന്നത് ഈ പ്രദേശത്ത് ഒരു വലിയ ഭൂഗർഭ പ്രവാഹമുണ്ടായിരുന്നു എന്നാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ വളരെ വളരെ വലുതാണ്. ഇത് ആമസോണിന് കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏകദേശം 4 കിലോമീറ്ററോളം ആഴത്തിൽ. ശാസ്ത്രജ്ഞർ ഉടൻ തന്നെ ഈ പ്രഭാവത്തെ അതിൻ്റെ കണ്ടുപിടുത്തക്കാരൻ്റെ ബഹുമാനാർത്ഥം ഹംസ നദി എന്ന് നാമകരണം ചെയ്തു. നദി എന്ന പദം അവിടെ പ്രയോഗിക്കുവാൻ കഴിയുമോ എന്നത് ഏക ചോദ്യമാണ്. 100 കണക്കിന് പഴയ കിണറുകളിൽ നിന്നുള്ള നിരവധി ഭൂകമ്പ സെൻസറുകളുടെയും മറ്റു ഉപകരണങ്ങളുടെയും ഡേറ്റ ഈ അക്വിഫറിനെ തിരിച്ചറിയുവാൻ സഹായിച്ചു. ആമസോണിൻ്റെ അതേ ഒഴുക്ക് ദിശ തന്നെയാണ് അവിടെയും ഉള്ളത് എന്ന് കണ്ടെത്തിയപ്പോൾ തീർച്ചയായും ഒരു ഒഴുക്കുണ്ട് എന്നും അത് ആമസോണിൻ്റെ അതേ ഒഴുക്ക് ദിശ പിന്തുടരുന്നു എന്നും മനസ്സിലായി. എന്നാൽ സമാനതകൾ അത്രത്തോളം മാത്രമാണ്. ഏറ്റവും വ്യക്തമായ വ്യത്യാസങ്ങൾ വീതിയിലും ഒഴുക്ക് വേഗതയിലുമാണ്. ആമസോണിന് 1 മുതൽ 100 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹംസ നദിക്ക് 200 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ശാസ്ത്രജ്ഞർക്ക് ഇതേക്കുറിച്ച് ഉറപ്പുണ്ട്. ഡേറ്റ കൂടുതൽ വ്യക്തമാക്കുവാൻ മാത്രമേ കഴിയൂ. പക്ഷേ ഇത് നിഷേധിക്കാനാകില്ല. ഭൂഗർഭ നദിക്ക് ഏകദേശം 6000 കിലോമീറ്ററോളം നീളമുണ്ട്. എന്നാൽ ഒഴുക്ക് വേഗത വളരെ കുറവാണ്. ആമസോണിൻ്റെ ശരാശരി വേഗത ഏകദേശം 4 മീറ്റർ പെർ സെക്കൻഡാണ്. ഹംസയുടെ വേഗത 1 മില്ലിമീറ്റർ പെർ സെക്കൻഡിലും താഴെയാണ്. അതായത് ഹംസയെ ഒരു നദി എന്ന് വിളിക്കുവാൻ അർഹതയുള്ളതല്ല. അതിനെ ഹിമാനിയുടെ വേഗതയുമായി താരതമ്യം ചെയ്യാം. അതിനാൽ ഈ സാഹചര്യത്തിൽ നദി എന്ന പദം സ്വതന്ത്രമായി പ്രയോഗിക്കുവാൻ മാത്രമേ കഴിയൂ എന്ന് കണ്ടെത്തിയ ഹംസ തന്നെ സമ്മതിക്കുന്നു. എന്നിരുന്നാലും അതിൻ്റെ വലിയ ശേഷി കാരണം ഹംസ നദി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വെള്ളത്തിലേക്ക് സംഭാവന ചെയ്യുന്നു. ആമസോണിൻ്റെ ഇരട്ടയായ ഹംസ അതിൻ്റെ ചാനൽ പിന്തുടർന്ന് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒഴുകുന്നു.
പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കടക്കുമ്പോൾ അതിൻ്റെ ഉപരിതലത്തിൽ താഴെയായി ഹംസയും ആമസോൺ നദിയും ഭൂമിയുടെ പുറന്തോടിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ഒഴുകുന്ന രണ്ട് നദികളുടെ അസാധാരണമായ ഒരു ഭൂമിശാസ്ത്ര സംവിധാനത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ രണ്ട് ആമസോൺ നദീതടത്തിലെ പ്രധാന ഡ്രെയിനേജ് സംവിധാനങ്ങളാണ്. ഭൂഗർഭജലത്തിൻ്റെ താപ സിഗ്നേച്ചറുകൾ സൂചിപ്പിക്കുന്നത് ഹംസ ആമസോണിനെ പോലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നു എന്നാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 13,000 അടി അല്ലെങ്കിൽ 4,000 മീറ്റർ താഴെയാണ് എങ്കിലും കമ്പ്യൂട്ടർ സിമുലേഷൻ സൂചിപ്പിക്കുന്നത് ഏകദേശം 2,000 അടി അല്ലെങ്കിൽ 600 മീറ്റർ ആഴത്തിൽ നദി യഥാർത്ഥത്തിൽ ലംബമായി ഒഴുകുന്നു എന്നാണ്. പക്ഷേ ഈ നദിയുടെ നിലനിൽപ്പ് ഇത്ര അസാധാരണമാണെങ്കിലും ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും രസകരവും അതോടൊപ്പം ഭയാനകവുമായ വിവരങ്ങൾ കണ്ടെത്തി. ഈ ഫോസിലൈസ് ചെയ്ത അസ്ഥി നോക്കൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു കശേരു മാത്രമാണ്. പക്ഷേ ഇതൊരു പാമ്പിൻ്റെ കശേരുവാണ്. അനാക്കോണ്ടകൾ പോലുള്ള ചില വലിയ പാമ്പുകൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയും? അത് സംശയമില്ല. പക്ഷേ താരതമ്യം ചെയ്യുന്നതിനായി ഇതാ ഒരു അനാക്കോണ്ടയുടെ കശേരു. അപ്പോൾ അത് ഏതു തരത്തിലുള്ള പുരാതന രാക്ഷസനാണ്? അനാക്കോണ്ട പോലും അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ പുഴു മാത്രമാണ്. കൊന്ന എന്നറിയപ്പെടുന്ന ഉൽക്കാശിലയ്ക്ക് ശേഷം ഏതാനും ദശലക്ഷ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ആധുനിക കൊളംബിയയുടെ പ്രദേശത്ത് ടൈറ്റനാബോബകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഇന്ന് വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പാണ്. ഇതിന് 13 അല്ലെങ്കിൽ 15 മീറ്റർ വരെ നീളവും 1 ടണ്ണിൽ കൂടുതൽ ഭാരവും ഉണ്ടായിരുന്നിരിക്കാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും നീളം കൂടുതലുള്ള ആധുനിക പാമ്പായ റെറ്റിക്യുലേറ്റസ് പെരുമ്പാമ്പിന് 7.5 മീറ്ററാണ് നീളം. അതായത് ടൈറ്റനാബോബയുടെ പകുതി നീളം. അത്തരമൊരു രാക്ഷസന് പുരാതന ആമകൾക്കോ മുതല പൂർവികർക്കോ പോലും ചരിത്രപരമായ മെനുവിൽ നിന്ന് എന്തും തിരഞ്ഞെടുക്കുവാൻ കഴിയും എന്ന് തോന്നാം. പക്ഷേ വാസ്തവത്തിൽ അത് തോന്നുന്ന അത്ര അതിശയകരമല്ല. ഭീമാകാരമായ തിമിംഗലങ്ങൾ മൈക്രോസ്കോപ്പിക് പ്ലാങ്ക്ടണുകളിനെയും എല്ലാത്തിനെയും ചെറു മത്സ്യങ്ങളെയും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഇതും സാധാരണമായ മത്സ്യങ്ങളെയാണ് കൂടുതലും ഭക്ഷിച്ചിരുന്നത്. ടൈറ്റനാബോബ വളരെ കാലം മുൻപ് വംശനാശം സംഭവിച്ചു. ആമസോൺ തടത്തിൽ വൈവിധ്യമാർന്ന ധാരാളം ജീവികളുണ്ട് ഇന്ന്. ആമസോൺ വനത്തിൽ ഏകദേശം 100 ഇനം വിഷമുള്ള തവളകളുണ്ട്. ചിലതിന് ഒരു സ്പർശനത്തിലൂടെ ആളെ അക്ഷരാർത്ഥത്തിൽ കൊല്ലാൻ വരെ കഴിയും. പിന്നെ മുതലകൾ, ഇലക്ട്രിക് ഈലുകൾ, പിരാനകൾ, വിഷപ്പാമ്പുകൾ, വാമ്പയർ വവ്വാലുകൾ, വലിയ കാട്ടുപൂച്ചകൾ എന്നിവയെല്ലാമുണ്ട്. ബ്രസീലിയയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ചിലന്തികളെയും നമുക്കിവിടെ കാണാം. അരാക്നിഡുകളിൽ ഏറ്റവും വിഷമുള്ളവയായിട്ടാണ് ഇവയെ കണക്കാക്കപ്പെടുന്നത്. 2010 ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ പോലും ഇവ ഇടം നേടിയിരുന്നു. അതിനുശേഷം ആ പദവി അവയ്ക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അവ അപകടകാരികളല്ലാത്തതിനാലല്ല. പ്രശസ്തമായ ബുള്ളറ്റ് ഉറുമ്പുകളും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ ഇവർക്ക് അതിശക്തമായ ശക്തി ലഭിച്ചു. ഒരു ദിവസം വരെ വേദനാജനകമായ കടികൾ എന്നതിൻ്റെ പേരാണ് ഇവയ്ക്ക് ലഭിച്ചത്. ഭീമാകാരമായ സെന്റിപ്പീഡുകളും ഇവിടെ വസിക്കുന്നു. ഇവിടെ സ്രാവുകൾ പോലും സമുദ്രത്തിൽ നിന്നും നദിയിലേക്ക് നീന്തിയെത്തുന്നു. കൂടാതെ നേരത്തെ സൂചിപ്പിച്ച അനാക്കോണ്ടയും ഈ പ്രദേശങ്ങളിൽ വസിക്കുന്നുണ്ട്. ചില മനുഷ്യഗോത്രങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. സങ്കല്പിക്കാൻ പോലും നമുക്ക് പ്രയാസമാണ്. അവർ ഇപ്പോഴും അവരുടെ യഥാർത്ഥ സംസ്കാരം സംരക്ഷിക്കുകയും നഗരങ്ങളുമായി ബന്ധപ്പെടാൻ മടിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർ പുരാതന കാലം മുതൽ ഇവിടെ താമസിച്ചിരുന്നു. പുരാവസ്തു ഗവേഷകർ ഇപ്പോഴും പുരാതന നാഗരികതകളുടെ അടയാളങ്ങൾ ഇവിടുന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട സ്മാരക ഘടനകൾ ബൊളീവിയയിലെ ഇടതൂർന്ന വനങ്ങളിൽ ഗവേഷകരുടെ കണ്ണിൽ മറഞ്ഞിരിക്കുന്നതായി കണ്ടെത്തി. ഇതിനെക്കുറിച്ചുള്ള വലിയ തോതിലുള്ള പഠനം നേച്ചർ എന്ന ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ കണ്ടെത്തലിൻ്റെ ചരിത്രം 20 വർഷങ്ങൾക്ക് മുമ്പാണ് ആരംഭിച്ചത്. ജർമ്മൻ ശാസ്ത്രജ്ഞരായ ജർമ്മൻ ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡോക്ടർ ഹിയോ പ്ലൂമറും ബോൺ സർവകലാശാലയിലെ ഡോക്ടർ കർള ജെയിംസ് ബോർഡും ആമസോണിയൻ ബൊളീവിയയിലെ കാസർ റാബ് ഗ്രാമത്തിനടുത്തുള്ള 2 കുന്നുകളിൽ പുരാവസ്തു ഖനനം ആരംഭിച്ചതോടെയാണ് ഇതിൻ്റെ തുടക്കം. ഈ പ്രദേശം യാനോസ് മോഹോസ് എന്നറിയപ്പെടുന്നു. ഇത് ആമസോൺ നദീതടത്തിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. യാനോസ് മഴക്കാലത്ത് വെള്ളപ്പൊക്കമുണ്ടാകുന്ന ഒരു സമതലമാണ്. ജലനിരപ്പ് ഉയരുന്നതും വർഷങ്ങളിൽ മാസങ്ങളോളം വെള്ളത്തിനിടയിൽ തന്നെ തുടരുന്നതും ഈ പ്രദേശത്ത് 100 കണക്കിന് വർഷങ്ങളായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.
സ്ഥിരമായ വാസസ്ഥലങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് തോന്നുന്ന പ്രകൃതിദത്ത സാഹചര്യങ്ങളുള്ള ഈ പ്രദേശത്താണ് ശാസ്ത്രജ്ഞർ പുരാവസ്തു കൊളംബിയൻ സംസ്കാരത്തിൻ്റെ നിരവധി അടയാളങ്ങൾ കണ്ടെത്തിയത്. അതിൻ്റെ കാലഘട്ടം കൃത്യമായി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പുരാവസ്തു ഗവേഷകർ പറയുന്നത് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 2-ാം സഹസ്രാബ്ദത്തിൻ്റെ തുടക്കത്തിലും ഈ പ്രദേശത്ത് ജനവാസമുണ്ടായിരുന്നു എന്നാണ്. ഏറ്റവും അടുത്തുള്ള ഗ്രാമമായ ക്യാസർ റാബിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മനുഷ്യനിർമ്മിത കുന്നുകൾ മാത്രമല്ല, റോഡുകളും കനാലുകളും ഇവയിൽ ഉൾപ്പെടുന്നു. ഇവ പലപ്പോഴും ഭൂപ്രദേശത്തിലൂടെ നേരിട്ട് ഒരു നേർരേഖയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നു. കൂടാതെ ക്യാസർ റാബ് സംസ്കാരത്തിൻ്റെ വാസസ്ഥലങ്ങൾ ഏകദേശം 16,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് എന്നും കുന്നുകൾ പിരമിഡുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും നശിച്ച അടിത്തറകളായി മാറിയെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇത് കൂടുതൽ രസകരമാക്കി. ആമസോൺ തടത്തിൽ മുകളിലെ മണ്ണുപാളികളിലും കാടിൻ്റെ നിഴലിലും മറ്റെന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. സ്മാരക ഘടനകളുടെയും അവയുടെ ചുറ്റുപാടുകളുടെയും വാസ്തുവിദ്യ വിശദാംശങ്ങൾ ഇടതൂർന്ന ആമസോണിൽ സസ്യജാലങ്ങൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്നു. ഈ നിഗൂഢ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഗവേഷകർ വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. ആമസോൺ വാലി മേഖലയിൽ ആദ്യമായി ഉയരത്തിൽ നിന്നും സ്കാൻ ചെയ്യുന്നതിനു വേണ്ടി ശാസ്ത്രജ്ഞർ അനുയോജ്യമാക്കിയ ലേസർ റേഞ്ച് ഫൈൻഡറുകളാണ് ഉപയോഗിച്ചത്. ലാർ ഒരു ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ച് പ്രദേശം ചുറ്റി സഞ്ചരിച്ചു. ഉയർന്ന കൃത്യതയുള്ള ലേസർ ഉപകരണം സെക്കൻഡിൽ 1.5 ദശലക്ഷം പൾസുകൾ ഉൽപ്പാദിപ്പിച്ചു. മുമ്പ് ലഭ്യമായ ക്യാസർ റാബ് സംസ്കാരത്തിൻ്റെ പുരാവസ്തുക്കളുടെ സ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഡിജിറ്റൽ മോഡലിൽ ശാസ്ത്രജ്ഞർ സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പോൾ പ്രദേശത്തിൻ്റെ കൃത്യമായ ത്രിമാന ഭൂപടം സൃഷ്ടിക്കുവാൻ സാധിച്ചു. 1,47,315 ഹെക്ടർ വിസ്തൃതിയുള്ള 2 വലിയ പ്രദേശങ്ങളുടെ ശ്രദ്ധേയമായ കാഴ്ച അവർക്ക് മുന്നിൽ തുറന്നു വന്നു. ഇതുവരെ സങ്കീർണമായ ഒരു ആസൂത്രണ സംവിധാനത്തോടെ ഇത്ര പേർ അവിടെ താമസിച്ചു എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. എന്നിരുന്നാലും സെറ്റിൽമെൻറ്റുകളുടെ ലേഔട്ട് തന്നെ സൂചിപ്പിക്കുന്നത് ശ്രീലങ്കയിലെ തെക്ക് കിഴക്കൻ ഏഷ്യയിലും മധ്യ അമേരിക്കയിലും ലോകത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലും ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള വാസസ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ക്യാസർ റാബിൻ്റെ കണ്ടെത്തലോടെ മാത്രമാണ് ആമസോൺ താഴ്വരയിൽ പ്രീ ഹിസ്പാനിക് കാലഘട്ടത്തിൽ ഇത്തരം വാസസ്ഥലങ്ങൾ നിലനിന്നിരുന്നു എന്ന് ശാസ്ത്രലോകത്തിന് ആദ്യമായി പ്രസ്താവിക്കുവാൻ കഴിഞ്ഞത്. ഈ പ്രദേശത്ത് യഥാർത്ഥ പുരാവസ്തു പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴാണ് ആരംഭിക്കുന്നത് എന്ന് ഗവേഷകർ ഊന്നിപ്പറയുന്നു. ഈ പുരാതന നഗരങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു എന്നും കുടിയേറ്റക്കാർ എവിടെ നിന്നാണ് വന്നത് എന്നും അവർ എവിടേക്കാണ് പോയത് എന്നും മനസ്സിലാക്കുക എന്നത് ഭാവിയിലേക്കുള്ള വലിയ വെല്ലുവിളിയാണ്. 1400ഓടെ ക്യാസർ റാബ് സംസ്കാരത്തിൻ്റെ വാസസ്ഥലങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് റേഡിയോ കാർബൺ വിശകലനം കാണിച്ചു. എന്തുകൊണ്ടാണ് അവ ഉപേക്ഷിക്കപ്പെട്ടത് എന്നത് ഇപ്പോഴും വലിയ രഹസ്യം തന്നെയാണ്. ആമസോൺ തടത്തിൽ ഇതുപോലുള്ള നിരവധി രഹസ്യങ്ങൾ ഇനിയും അടഞ്ഞുകിടപ്പുണ്ട്. അങ്ങനെ ആമസോൺ നദിയുടെ ആഴങ്ങൾക്കുള്ളിലും അതിൻ്റെ വിശാലമായ കാടുകൾക്കുള്ളിലും ഇന്നും മനുഷ്യന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത നിരവധി രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഭൂമിക്കടിയിലുള്ള ഹംസ നദി മുതൽ ഭീമാകാരമായ ടൈറ്റനോബോബകളും മറിഞ്ഞുപോയ പുരാതന നഗരങ്ങളും വരെ ആമസോൺ ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും എത്ര രഹസ്യങ്ങളാണ് കാടുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.